ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ബിഗ് ബോസ് അപ്ഡേറ്റിനായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നോക്കിക്കേ, ഇന്നത്തെ ലൈവിൽ മോർണിംഗ് ലൈവിൽ വളരെ കോലാഹലങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മുടെ ആര്യനും റെനയും തമ്മിലൊരു ഇഷ്യൂ അത് ഇന്നലത്തെ എപ്പിസോഡിൽ വ്യക്തമായിരുന്നു. ആ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ള ഒരു സീൻ എന്ന് പറയുന്നത് ആര്യൻ്റെ ബെഡിൽ റെന കയറി കിടക്കുമ്പോൾ ആര്യൻ ഒരു കംഫർട്ടബിൾ അല്ലാത്ത രീതിയിൽ, പക്ഷേ ആൾ ഇൻറ്റൻഷനലി ആയിരിക്കില്ല ചെയ്തത്, എഴുന്നേറ്റ് മാറാൻ വേണ്ടിയിട്ട് എന്നുള്ള രീതിയിൽ, പക്ഷേങ്കിൽ നമുക്ക് കംഫർട്ടബിൾ അല്ലാത്തൊരു രീതിയിലാണ് പുള്ളി വന്നിട്ട് പുള്ളിക്കാരിയുടെ ദേഹത്തോട്ട് ഇങ്ങനെ കിടക്കാൻ പോകുന്നത് പോലെ കാണിക്കുന്നുണ്ട്. ആ ഒരു സീൻ ഇന്ന് ഇൻസ്റ്റഗ്രാം യൂട്യൂബിലൊക്കെ ഭയങ്കര വൈറലാണ് ഗൈസ്. അത് ആര്യനെ കുറ്റപ്പെടുത്തിയിട്ടാണ് എല്ലാവരും ഇട്ടിരിക്കുന്നത്. ലൈക്ക് ആള് ആ ഒരു ഇൻറ്റൻഷനലി അല്ല ചെയ്തതെന്ന് നമുക്ക് ഇന്നലെ ആ ഒരു സീൻ കണ്ടപ്പോൾ മനസ്സിലായതാണ്. പക്ഷേ ഡെഫിനറ്റ്ലി റെനയുടെ ഫേസ് മാറിയിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരിക്ക് അത് കംഫർട്ടബിൾ അല്ലാതെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ആര്യൻ ചെയ്തത് മിസ്റ്റേക്ക് ആണെന്ന് വെച്ചാൽ വേറെ രീതിയിൽ പുള്ളിക്കാരി അടുത്ത് അങ്ങോട്ട് ചെന്നെന്നല്ല, പക്ഷേ പുള്ളിക്കാരിയെ അത് കംഫർട്ടബിൾ അല്ലാതാക്കി. അതായത് പുള്ളിക്കാരിക്ക് അത് ഓക്കെ ആയിരുന്നില്ല എന്ന് നമുക്ക് പുള്ളിക്കാരിയുടെ ഫേസിൽ നിന്ന് മനസ്സിലായി. അതിനുശേഷം റെന ചെന്നിട്ട് ബിന്നിയായിട്ടൊക്കെ അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. ദെൻ മോർണിംഗ് നമ്മുടെ ആര്യനോട് ചെന്നിട്ട് റെന ഇതിനെപ്പറ്റി പറയുന്നുണ്ട്, എനിക്കത് കംഫർട്ടബിൾ ആയിരുന്നില്ല, അത് അൺകംഫർട്ടബിൾ ആയിരുന്നു, എനിക്കത് ഓക്കെ ആയിട്ട് തോന്നിയില്ല എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ആര്യൻ അതിനെ റിയാക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ നിന്നെ തൊട്ടിട്ടില്ല, ഞാൻ നിന്നോട് വേറെ രീതിയിൽ നിന്നിട്ടില്ല, ഞാൻ ജസ്റ്റ് നീ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് പോകാൻ വേണ്ടി, നിന്നെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി ഞാൻ ആ ഒരു രീതിയിൽ നിന്നോട് അടുത്തേക്ക് വന്നതാണ്, ഞാൻ വേറെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഇവനത് വീണ്ടും റെന എന്തോ ഇതൊരു കണ്ടൻറ്റായിട്ട് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ മസ്താനിയെ പോലെ ഒരു ഷീപ്പ് ഗെയിം കളിക്കുകയാണെന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് തിരിച്ച് ഷൗട്ട് ചെയ്യുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ടോക്ക് വന്നതിന് ശേഷം റെന ഭയങ്കര കരച്ചിലായിരുന്നു. അത് റെനയ്ക്ക് ഫീൽ ചെയ്തത് പുള്ളിക്കാരൻ ഇൻറ്റൻഷനലി അല്ലെങ്കിൽ അങ്ങനെ മനഃപൂർവ്വം ആ ഒരു രീതിയിൽ ഉള്ളതല്ല. ആ ഒരു ടൈം അവർ സംസാരിക്കുമ്പോൾ ജസ്റ്റ് ഒരു സോറി പറയേണ്ട അടുത്ത് ആര്യൻ പെട്ടെന്ന് മസ്താനെ പോലെ ഒരു ചീപ്പ് ഗെയിം കളിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ടോക്ക് വരുന്നുണ്ട്. അത് റെനയ്ക്ക് വളരെ വിഷമമാക്കുകയും അവർ തമ്മിൽ വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കോൺവെർസേഷൻ ആവുന്നു. അത് അനീഷ് ഏറ്റുപിടിക്കുന്നു. അനീഷ് പറയുന്നുണ്ട്, നീ ഇവിടെ വന്നപ്പോൾ തൊട്ട് കള്ളത്തരങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അനീഷ് അതൊരു വേറെ സീനാക്കി. അനീഷ് അവിടെ പറയുന്നത്, നീ ചെയ്ത തെറ്റാണ്, നീ ഇപ്പോൾ എന്ത് ചെയ്താലും അത് ഏക്കുന്ന ക്യാരക്ടർ അല്ല, നീ ഇവിടെ വന്നപ്പോൾ തൊട്ട് ഒരുപാട് കള്ളത്തരങ്ങളൊക്കെ കാണിക്കുന്നുണ്ടെന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് അനീഷ് ഷൗട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അന്നേരവും റെന പറയുന്നുണ്ട്, നീ അങ്ങനെ ചെയ്തതല്ല, ആ ഒരു സമയത്ത് ഞാൻ വന്ന് നിന്നോട് കംഫർട്ടബിൾ ആയില്ല എന്ന് പറയുന്ന സമയത്ത് നീ ഒരു സോറി പറയേണ്ട അടുത്ത് ആര്യൻ എന്ത് ചെയ്തു, ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്ത ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ കഴിഞ്ഞ വീക്കിലെന്തോ ഞാൻ കൊടുക്കുന്ന കണ്ടൻറ്റൊന്നും അത്ര കേൾക്കുന്നില്ല, അല്ലെങ്കിൽ ചെറിയ കണ്ടൻറ്റ്, വലിയ കണ്ടൻറ്റ് പിടിക്കണമെന്നെന്തോ അവർ കാഷ്വലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ പറഞ്ഞിട്ട് ആര്യൻ അതിനെ വേറെ രീതിയിൽ കൊണ്ടുപോയി. പക്ഷേ എങ്കിൽ അറ്റ് ലാസ്റ്റ് അവർ കുറേ കോൺവെർസേഷന് ശേഷം നമ്മുടെ ആര്യൻ റെനയോട് സോറി പറഞ്ഞിട്ടുണ്ട്, നിനക്കത് മോശമായിട്ട്, അല്ലെങ്കിൽ ഞാൻ നിനക്കത് പറയുന്നുണ്ട്, റെന ആ ഒരു ടൈമിൽ ഞാൻ പേടിച്ചു പോയി, പെട്ടെന്ന് എന്താ ഇവ എന്നോട് ഇങ്ങനെ വന്നേ, എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വന്നേ എന്നുള്ള രീതിയിൽ കംഫർട്ടബിൾ ആയില്ല, അതുപോലെ തന്നെ അൺകംഫർട്ടബിൾ ആയിരുന്നു. ലൈക്ക് പുള്ളിക്കാരി പെട്ടെന്ന് പേടിച്ചു പോയി, എന്താ ഇങ്ങനെ വന്നേ എന്നുള്ള രീതിയിൽ റെന കൺവേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആര്യൻ പറയുന്നുണ്ട്, ഓക്കെ നിനക്ക് അങ്ങനെ ഫീൽ ചെയ്തു എങ്കിൽ ഐ എം റിയലി സോറി, ഞാൻ ഒരു ഇൻറ്റൻഷനലി അല്ല അങ്ങനെ ചെയ്തതെന്ന് പറയുന്നുണ്ട്.